രാവിലെ വീണ്ടും ഈ പരിശോധന നടക്കുന്നു. നമുക്ക് ഇടതുവശത്തെ ദൃശ്യങ്ങൾ കൃത്യമായി കാണാൻ കഴിയുന്നു. ഐബോർഡ് പറന്നുയർന്നുകൊണ്ട് നദീ ജലനിരപ്പിന് മുകളിലൂടെ പറന്നു നടന്നുകൊണ്ട് മാപ്പിംഗ് നടത്തുകയാണ്, സിഗ്നലുകൾ കേന്ദ്രീകരിക്കുകയാണ്. അതേസമയം ഇതിന്റെ മദർ യൂണിറ്റ് ഉള്ളത് കരയിലാണ്. ദൗത്യ സംഘം അതിന്റെ സ്റ്റേഷൻ, സിഗ്നലിംഗ് സ്റ്റേഷൻ ഗ്രൗണ്ടിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടേക്ക് എത്തുന്ന സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ അപഗ്രഥിച്ചുകൊണ്ടാണ് എന്താണ് പുഴയിലെ അടിയിലെ ലോഹ സാന്നിധ്യം, ലോറിയുടെ സാന്നിധ്യം എത്ര കണ്ട് ആഴത്തിലാണ്, എത്ര കണ്ട് ദൂരെയാണ് കരയിൽ നിന്ന് ഇന്ന് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ പരിശോധിക്കുന്നത്. എന്തായാലും ആ പരിശോധന വേഗത്തിൽ തന്നെ നടക്കുന്നു. നിലവിൽ കാലാവസ്ഥ അവിടെ അനുകൂലമാണ് എന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുന്നു എന്നതാണ് സാഹചര്യം. നമ്മൾ കാണുന്നത് ഏറ്റവും തത്സമയ ദൃശ്യമാണ്. അവിടെ ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ അവിടെ നടക്കുന്ന നീക്കങ്ങൾ അത് വ്യക്തമാക്കുന്ന പരിശോധനയാണ് നമുക്ക് കാണുന്നത്. രാവിലെ തന്നെ വളരെ കൃത്യമായി തന്നെ പരിശോധന ആരംഭിച്ചു. രാവിലെ ദൗത്യ സംഘത്തിന്റെ ആലോചനകൾ ഇങ്ങനെയായിരുന്നു. രാവിലെ തന്നെ ഒരു ആക്ഷൻ പ്ലാൻ, ഇന്നലെ രാത്രി വൈകി നടത്തിയ പരിശോധനയിലെ സിഗ്നലുകൾ കൂടി അപഗ്രഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. അതിന് പ്രകാരം സ്പോട്ട് ചെയ്യപ്പെട്ട 2-3 ഇടങ്ങളിൽ കൂടുതൽ വിദഗ്ധ പരിശോധന ആവശ്യമാണെന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. തുടർന്ന് വീണ്ടും ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് തീരുമാനമെടുക്കുകയും അതിനനുസരിച്ചുള്ള പരിശോധനയ്ക്ക് വേഗത്തിൽ നടപടി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാ ഐബോർഡ് ഈ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നദീജലത്തിന്റെ മുകളിലൂടെ പറന്നു ചെന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് സിഗ്നൽ മാപ്പിംഗ് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. കാരണം പുഴയിൽ ഇറങ്ങി അതിൽ മുങ്ങി ചെന്ന് ക്യാബിന്റെ അകത്ത് എന്ത് എന്ന് പരിശോധിക്കുക സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് സാധ്യമാകുന്ന സാങ്കേതിക വിദ്യ ഇതാണ്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള സിഗ്നലിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. പുഴയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധന സാധ്യമാവാതെ വരുമ്പോൾ പുഴയുടെ മുകളിൽ നിന്നുകൊണ്ട്, പുഴയുടെ ജലനിരപ്പിന് മുകളിൽ നിന്നുകൊണ്ട് അടിത്തട്ടിൽ എന്താണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള മാപ്പിംഗ് പരിശോധനയാണ് നടക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ അത് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ അപകടം നടന്ന 11ാം നാൾ സാധ്യമാവുന്ന സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന അത് മുന്നോട്ട് പോകുന്നു എന്നതാണ് നിലവിലെ അവസ്ഥ. വളരെ പ്രധാനപ്പെട്ടതാണ് ഐബോർഡ് മാപ്പിംഗ് പരിശോധന. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി ദൗത്യ സംഘത്തിന്റെ ഇന്നത്തെ നീക്കം മാറുകയും ചെയ്യുകയാണ്. നമുക്ക് ഓരോ സമയവും ഈ ദൗത്യത്തിന്റെ മുന്നോട്ട് പോക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാം വളരെ പ്രധാനപ്പെട്ട ചില സിഗ്നലുകൾ ലഭ്യമാകും, വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളിലേക്ക് എത്താൻ കഴിയും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് പുറമെ കരമേഖലകളിൽ ഇതാ ഈ കാണുന്നത് പോലെയുള്ള മണ്ണുമാറ്റി പരിശോധനകളും നടക്കുകയാണ്. നേരത്തെ കൊണ്ടുവന്ന ഈ ബൂം എക്സ്കവേറ്റർ, അതായത് കൂടുതൽ ആഴത്തിലേക്ക് കൂടുതൽ നീളത്തിലേക്ക് പരിശോധന നടത്താൻ കഴിയുന്ന എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കരഭാഗത്തെ മണ്ണ് തന്നെ, അതായത് നേരത്തെ നടത്തിയ പരിശോധന പോലെയല്ല, ഈ കരയും പുഴയും ചേരുന്ന ആ തീരമേഖലയിലെ മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെ എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ രാത്രിയും നടന്ന പരിശോധനയാണ്, അത് വീണ്ടും തുടരുന്നു എന്നതാണ് സാഹചര്യം. ശ്രദ്ധിക്കുക, ഈ മണ്ണ് മാറ്റുമ്പോൾ വളരെ ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധിച്ചു വേണം മാറ്റാൻ. കാരണം എന്തെങ്കിലും സംശയകരമായ വസ്തുക്കൾ, ലോഹവസ്തുക്കളോ മറ്റെന്തെങ്കിലും സംശയകരമായ വസ്തുക്കൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിച്ച് അത് അപഗ്രഥിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇനി 11ാം നാൾ അത്തരം എല്ലാ സാധ്യതകളും നമുക്ക് തേടേണ്ടി വരും. അപകടം നടന്ന ആദ്യഘട്ടത്തിൽ നമ്മൾ റോഡിൽ കുടുങ്ങിക്കിടന്ന, റോഡിൽ മൂടപ്പെട്ട മണ്ണിനുള്ളിൽ തന്നെ അർജുനും ലോറിയും ഉണ്ട് എന്ന് കരുതി. പക്ഷേ ആ പരിശോധന അതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടങ്ങി പുഴയിലേക്ക് അടുത്ത സാധ്യതയുണ്ടാകുന്നു. അങ്ങനെ പുഴയിലും പരിശോധിക്കുന്നു. ഇതിനിടയിൽ ശരവന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ മറ്റൊരു ഭാഗത്ത് നിന്ന് കിട്ടുന്നു. അതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് എല്ലാ സാധ്യതകളും തള്ളിക്കളയാതെ, എല്ലാ സാധ്യതകളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന അവിടെ നടക്കുന്നു എന്നതാണ്. ഒരേ സമയം പുഴയിൽ പരിശോധന നടത്തുമ്പോൾ തന്നെ കരയിലും അതിന്റെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഇതാ ഐബോർഡ് ഇപ്പോഴും പറന്നുയർന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐബോർഡ് പരിശോധനയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത്. 11ാം ദിവസം നിർണായകമാവുന്നത് ഈ ഐബോർഡിന്റെ പരിശോധനയാണ്. അതായത് പുഴയ്ക്കുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന വസ്തു, അതിനെ അപഗ്രഥിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. ഇന്നലെ പ്രധാനപ്പെട്ട പരിശോധനകൾ പൂർത്തിയായതാണ്. പക്ഷേ ഇന്ന് വീണ്ടും കൂടുതൽ കൃത്യമായ സിഗ്നലിങ്ങിന് വേണ്ടി അത്തരം പരിശോധന അവിടെ നടക്കുന്നു എന്നതാണ് സാഹചര്യം.
എത്ര കണ്ട് വിശാലമായൊരിടത്താണ് ഈ ദൗത്യ സംഘത്തിന് പരിശോധന നടത്തേണ്ടി വരുന്നു എന്നതാണ് ക്ലേശകരമായ വസ്തുത. അതുകൊണ്ട്